നവൈത്തുൽ ഇഅ്തികാഫ ഫി ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിലുള്ള ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പക്കൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു ഹിജറ 450 ജനിക്കുകയും 505 വഫാത്താവുകയും ചെയ്ത മഹാനവറുകൾ 55 കൊല്ലമേ ഗസാലി ഇമാം ജീവിച്ചിട്ടുള്ളൂ. 55 വയസ്സേ ജീവിച്ചിട്ടുള്ളൂ. അതിനിടയിൽ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുകയും ധാരാളം ദീനീ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് നൽകിയ മഹാനാണ്. അല്ലാഹു സമയത്തിൽ ബർക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അല്ലാഹു അവന്റെ സമയത്തിൽ ബർക്കത്ത് ചെയ്യും. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ദീനിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കുറഞ്ഞ സമയം കൊണ്ട് ദീനിയായ ഒരുപാട് കാര്യങ്ങൾ. അതാണ് സമയത്തിൽ ബർക്കത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റത് എത്ര സമയം കിട്ടിയാലും ഒരു ജുസ്ഉ ഓതാനോ അല്ലെങ്കിൽ ഒരു 100 അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയാനോ ഇന്നി കുന്തു അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ ഓരോ ദിവസവും അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നോ അതിനോട് തുല്യമുള്ള വാക്കുകളോ പറയുന്നു. ഫീ കുല്ലി യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 വട്ടം, അല്ലെങ്കിൽ ഔ 100 മറ 100 വട്ടം, 100 തവണ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുകയാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ പരമാവധി ഇസ്തിഗ്ഫാർ ചെയ്യുകയാണെങ്കിൽ തന്നെ 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം 3 വട്ടം ചെയ്യുമ്പോൾ 15 വട്ടമേ ആവൂ. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 100 വട്ടമോ 70 വട്ടമോ ഓരോ ദിവസവും അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദോഷം ചെയ്തത് കൊണ്ടല്ല, മറിച്ച് അങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനക്ക് ഇഷ്ടമുള്ളതും അള്ളാഹ്ക്ക് പൊരുത്തമുള്ളതും അള്ളാഹു കൽപ്പിച്ചതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തു അസ്വാത്തിൻ യുഹിബ്ബുഹ അല്ലാഹ്, 3 ശബ്ദങ്ങൾ അള്ളാഹ്ക്ക് ഇഷ്ടാണ്. 3 ശബ്ദങ്ങൾ ഇഷ്ടാണ്. ഏതാണ് ആ 3 ശബ്ദം? സൗത്തു ദീക്ക്, ഒന്ന് കോഴിയുടെ ശബ്ദം. കോഴി നേരത്തെ തന്നെ എഴുന്നേറ്റ് അത് ശബ്ദമുണ്ടാക്കും. അപ്പൊ കോഴിയുടെ ശബ്ദം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. രണ്ടാമത്തെ ശബ്ദം വസൗത്തുല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ആളുടെ ശബ്ദം. ഖുർആൻ ഓതുന്ന ആള് ഒരു ചെറിയ ശബ്ദത്തിൽ ഓതുമ്പോൾ അത് കൂടുതൽ പ്രതിഫലം ലഭിക്കും. ഖുർആൻ ഓതുന്നവന്റെ ശബ്ദം അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. മൂന്നാമത്തതോ വസൗത്തുൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അത്താഴ സമയത്ത് അഥവാ സുബ്ഹിയുടെ കുറച്ച് മുമ്പ് എഴുന്നേറ്റ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം ഇങ്ങനെ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്ന ആളുകളുടെ ശബ്ദം. ആ സമയത്ത് തമ്മാടിത്തരം ചെയ്യുന്ന ഫാസിഖീങ്ങളായ ഫാജിരീങ്ങളായ ആളുകളൊക്കെ നല്ലപോലെ ഉറങ്ങുന്ന സമയമാണ്. അവരുടെ തമ്മാടിത്തങ്ങളും വേണ്ടാവൃത്തികളൊക്കെ അർദ്ധരാത്രി സമയത്തോടുകൂടെ അവസാനിച്ച് സുബഹിയോടടുത്ത സമയത്ത് നായക്കളെപ്പോലെ പട്ടികളെപ്പോലെ കിടന്നുറങ്ങുന്ന സ്വഭാവമാണ് തമ്മാടികൾക്ക് ഉണ്ടാവുക. എന്നാൽ ആ സമയത്ത് തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ട് അള്ളാഹുവിനോടുള്ള പേടി, ഭയം ഇത് മുൻനിർത്തി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന
അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ഇസ്തിഗ്ഫാർ ചെയ്യുകയും മറ്റ് നല്ല കാര്യങ്ങളും ചെയ്യുന്ന ആളുകളാണ് സ്വാലിഹീകളും സജ്ജനങ്ങളുമായ ആൾക്കാർ. അവർക്ക് ദിവസവും അതിന് സമയം കിട്ടും. അതൊക്കെ അവർ ചെയ്യും. അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരിക്കും. എന്നിട്ടും അവർക്ക് സമയങ്ങൾ ഉണ്ടാകും, എല്ലാ വിഷയങ്ങളും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സമയത്തിൽ ബർക്കത്ത് നൽകുന്നതാണ്. ഒരു ഖത്തമൊക്കെ ഒരു ദിവസം ഓതി തീർക്കുമ്പോൾ, ഒരു ദിവസം ഒരു ഖത്തം ഓതി തീർക്കുന്നു, അതിൻ്റെ ഇടയിൽ ഗ്രന്ഥരചന നടത്തുന്നു, മറ്റു കാര്യങ്ങളൊക്കെ അതും ചെയ്യുന്നു. അതിനും അവർക്ക് സമയം ലഭിക്കുകയാണ്. അപ്പൊ അതൊരു വലിയ മഹാഭാഗ്യമാണ്. സമയത്തിൽ ബർക്കത്ത് എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, ജല്ല ജലാലുവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസാലി ഇമാമിനിക്ക് കുറഞ്ഞ കൊല്ലേ കൊടുത്തിട്ടുള്ളൂ. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന് 45 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയിൽ 200ഓളം കിതാബുകൾ തന്നെ എഴുതി. അക്കാലഘട്ടത്തിൽ ഇന്നത്തെ മാതിരി ടൈപ്പ് ചെയ്യാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ മഷിപ്പേനയോ ബോൾ പേനയോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഒരു മഷിക്കുപ്പിയിൽ ഒരു മുളങ്കോല് പോലത്തെ സാധനം കൊണ്ട് കുത്തിയിട്ട് തന്നെ എഴുതണം. അങ്ങനെയാണ് 200ഓളം കിതാബുകൾ മഹാനായ നബി ഇമാം ഈ 45 വയസ്സിന്റെ ഇടയിൽ എഴുതിയത്. നബി ഇമാമിന്റെ ചരിത്രത്തിൽ നബി ഇമാം ദിവസത്തിൽ ഒരു നേരെ ഭക്ഷണം കഴിക്കുള്ളൂ, ഒരൊറ്റ നേരെ ഭക്ഷണം കഴിക്കും. അത് ഇശാന്റെ ശേഷമാണ് കഴിക്കുന്നത്. ആ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ 2 സാധന കഴിക്കാം. ഒന്ന് അത്തിപ്പഴവും ഉണക്ക റൊട്ടിയും. ഉണങ്ങിയ റൊട്ടി അതും അത്തിപ്പഴവും കഴിക്കുള്ളൂ. അത് രണ്ടും തന്നെ കഴിക്കുന്നത് ബാപ്പ കൊടുത്തയച്ചതേ കഴിക്കും, സ്വന്തം പിതാവ് കൊടുത്തയച്ചതേ കഴിക്കും. പിതാവ് അധ്വാനിക്കുന്ന ആളാണ്, തൊഴിലാളിയാണ്. പിതാവ് വലിയ പണ്ഡിതനൊന്നുമല്ല, അധ്വാനിക്കുന്ന ആളാണ്. അപ്പൊ പിതാവിന്റെ അധ്വാനത്തിന്റെ ഫലത്തിൽ നിന്ന് കിട്ടുന്ന ഈ അത്തിപ്പഴവും ഈ ഉണക്കറൊട്ടിയും ഇശാക്ക് ശേഷം ഒരു തവണ മാത്രം, 24 മണിക്കൂറിൽ ഒരു തവണ മാത്രമാണ് അങ്ങനെ ഭക്ഷണം കഴിക്കുക. അത് ഈ സാധനമാണ് കഴിക്കുക. ഒരു തവണയെ വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുക എന്ന ആ രൂപത്തിലുള്ള വെള്ളം കുടിക്കല്, മറ്റ് ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വെള്ളം കുടിച്ചുകൂടായില്ല. ഒരൊറ്റ തവണയെ വെള്ളം കുടിക്കും. അത് തഹജ്ജുദിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ അർദ്ധരാത്രി സമയത്ത്, സഹർ സമയത്തെ വെള്ളം കുടിക്കും. ഇങ്ങനെ ഭക്ഷണത്തിനോട്, ആ ഭക്ഷണത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളോടൊന്നും താല്പര്യമില്ല. ദുനിയാവിന്റെ ഒരു രസങ്ങളോടും ഒരു ആഡംബരങ്ങളോടും ഒന്നിനോടും താല്പര്യമില്ലാതെ കുറച്ച് മാത്രം സംസാരിക്കുന്നു, കുറച്ച് മാത്രം ചിരിക്കുന്നു. അങ്ങനെയുള്ള പ്രകൃതിയാണ് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു തആല അൻഹുവിനിക്ക്, യഹ്യ ഇബ്നു ശറഫ് നബവി റളിയല്ലാഹു തആല അൻഹുവിനിക്ക് ഉണ്ടായതായി ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അത്ഭുതപ്പെട്ടു പോകും, എങ്ങനെയാണ് അവരൊക്കെ ജീവിച്ചത്. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ജല്ല ജലാലുവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമയങ്ങളിൽ അവർക്ക് ബർക്കത്ത് കൊടുക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും ചെയ്താൽ തീരാത്ത കാര്യങ്ങൾ അവർക്ക് ഒരു ദിവസം തന്നെ ചെയ്യാൻ കഴിയാണ്. ഒറ്റ ദിവസം തന്നെ അവർക്കൊക്കെ ചെയ്യാൻ കഴിയും. ജീവിതകാലം മുഴുവനും നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. ആ രൂപത്തിൽ ഭാഗ്യം ലഭിച്ച ആളാണ് മഹാനായ ഗസാലി റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാം മനുഷ്യനിലേക്ക് ശൈത്താന്റെ സ്വാധീനം വരുന്ന ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മനുഷ്യനെ ശൈത്താൻ പിടികൂടുന്നത്, ഏത് രൂപത്തിലാണ് പിടികൂടുന്നത്, അങ്ങനെ പിടികൂടിയിട്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റി അവന്റെ ആളാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അള്ളാഹുവിൽ നിന്ന് അകറ്റിയിട്ട് അവന്റെ ആളാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നതിന് ഒരധ്യായം തന്നെ മഹാനായ ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ട്. ബയാനു തഫ്സീലി മദാഖിലി ശൈത്താനി ഇലൽ ഖൽബ്, ഖൽബിലേക്ക് ശൈത്താൻ കടന്നു വരുന്നത് എങ്ങനെയാണ് അത് ധാരാളം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കാര്യമായിട്ട് ഗസാലി ഇമാം പറഞ്ഞത്, ഇഅ്ലം അന്ന മിസാലൽ ഖൽബി മിസ്ലു ഹിസ്നിൻ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉപമ, അതിനൊരു സപ്പോസ് പറയുകയാണെങ്കിൽ, ഒരു ഉപമ പറയുകയാണെങ്കിൽ അതൊരു വലിയ കോട്ട പോലെയാണ്. ടിപ്പു സുൽത്താന്റെയും ഔറംഗസീബിന്റെ ഒക്കെ
കോട്ട പോലെ അവർ പടുത്തുയർത്തിയ ഒരു ഹിസ്സിന് പോലെ, ഒരു കോട്ട പോലെയാണ് മനുഷ്യന്റെ കൽബ്. വശൈത്താനു ശൈത്താൻ അദുവുൻ, ആ കോട്ട തകർക്കാൻ വരുന്ന അവന്റെ ശത്രുവാണ്. ആ കോട്ടക്കകത്ത് എങ്ങനെയെങ്കിലും കയറിക്കൂടിയിട്ട് ആ കോട്ട നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരു ശത്രുവാണ് പിശാച്. യുരീദു അൻ യദ്ഖുലൽ ഹുസ്ന വയുമല്ലികഹു യസ്തൗലി അലൈഹി, ആ കോട്ട സ്വന്തമാക്കാനും ആ കോട്ടയിൽ അധികാരം സ്ഥാപിക്കാനും പിശാച് ശ്രദ്ധിക്കും. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നു, വലാ യഖ്ദറു അലാ ഹിഫ്ദിൽ ഹുസ്നി മിനൽ അദുവി ഇല്ലാ ബിഹിറാസത്തി അബ്വാബിൽ ഹുസ്നി വമദാഖിലിഹി വമവാദിഇ സുലമിഹി. ഈ കോട്ട സംരക്ഷിക്കണമെങ്കിൽ ആ കോട്ടയിലേക്കുള്ള കവാടം പാറാവുകാരെ വെച്ച്, സെക്യൂരിറ്റിയെ വെച്ച്, പട്ടാളക്കാരെ വെച്ച് അതിൻ്റെ കവാടങ്ങളൊക്കെ ഭദ്രമാക്കണം. അതിൻ്റെ വിടവുകൾ, ചെറിയ ഹോളുകൾ അതിലൂടെയൊക്കെ കടന്നു വരും, അതൊക്കെ അടക്കണം. എങ്കിൽ മാത്രമേ ആ കോട്ട സുരക്ഷിതമാക്കാൻ കഴിയുകയുള്ളൂ. എന്നിട്ട് ഗസാലി ഇമാം പറയുന്നു, ഇതിന് തുല്യമാണ് മനുഷ്യന്റെ ഹൃദയം. ആ ഹൃദയത്തിന് ഒരുപാട് വാതിലുകളുണ്ട്, അതിനൊക്കെ ഒരുപാട് ഹോളുകളുണ്ട്. അതിലൂടെയൊക്കെ പിശാച് കടന്നു വന്ന് പിശാച് അവിടെ കുടിയിരിക്കും. ചില ആളുകളുടെ ഹൃദയത്തിൽ 24 മണിക്കൂറും പിശാച് തന്നെയായിരിക്കും, വേറൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് മഹാനവറുകൾ പറയുന്നു, വഹിമായത്തുൽ ഖൽബി മിൻ വസ്വാസി ശൈത്താനി വാജിബത്തുൻ, ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്ന് ഹൃദയത്തെ സുരക്ഷിതമാക്കൽ നിർബന്ധമാണ്. ശൈത്താന്റെ ദുർബോധനങ്ങളിൽ നിന്നിട്ട് ഹൃദയത്തെ സുരക്ഷിതമാക്കൽ നിർബന്ധമാണ്. അതിന് മഹാനവറുകൾ പറയുന്നു, ഈ ശൈത്താൻ കടന്നു വരുന്ന വാതിലുകൾ അറിയണം. ആ വാതിലുകൾ അറിഞ്ഞിട്ട് അത് ഭദ്രമാക്കണം. അതിൽ നിന്ന് ഒന്നാമത്തെ വാതിൽ, ശൈത്താൻ നമ്മളിലേക്ക് കടന്നു വരാനുള്ള നമ്മുടെ ദുസ്വഭാവങ്ങളിൽ നിന്നിട്ടുള്ള ഒന്നാമത്തെ സ്വഭാവം ഫമിൻ അബ്വാബിഹിൽ അദീമത്തി അൽ ഗളബു വശഹ്വത്തു. ശൈത്താൻ മനുഷ്യന്റെ ഹൃദയത്തിൽ സ്വാധീനിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഒരു വാതില് ദേഷ്യമാണ്. ദേഷ്യം വരും. ആ ദേഷ്യം വരുന്ന അവസരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നാൽ വളരെ ഈസിയായി ശൈത്താൻ അവന്റെ ഹൃദയത്തിൽ കുടികൊള്ളും, അവിടെ വന്നിരിക്കും. അവൻ പിന്നെ ഇറങ്ങിപ്പോകാൻ വലിയ പണിയാണ്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എന്താ കാട്ടുന്നതെന്ന് അയാൾക്ക് തന്നെ അറിയില്ല. ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളും മറ്റുമൊക്കെ നന്നായി നമുക്കൊക്കെ അറിയും. മഹാനായ ഗസാലി ഇമാം പറയുകയാണ്, ഇന്നൽ ഗളബ ഹുവ ഗൗലുൽ അഖ്ലി, അഖ്ലിനെ നശിപ്പിക്കുന്ന, ബുദ്ധിയെ നശിപ്പിക്കുന്ന സാധനമാണ്. ഫൈദാ ളഅഫ ജുൻദുൽ അഖ്ലി ഹജമ ജുൻദു ശൈത്താൻ, ബുദ്ധിയുടെ ശക്തി കുറഞ്ഞ് ബുദ്ധി ഉപയോഗിക്കാൻ കഴിയാതെ വന്നാൽ, ബുദ്ധി ഉപയോഗിക്കാൻ കഴിയൂല ദേഷ്യം വന്നു കഴിഞ്ഞാൽ ബുദ്ധി നശിച്ചു പോകും. ആ സമയത്ത് ബുദ്ധി സ്റ്റക്കായി പോകും. അപ്പോ ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ കഴിയാതെ, നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാൻ ബുദ്ധിക്ക് കഴിയാതെ വന്നാൽ അവിടെ ശൈത്താൻ വരും, ശൈത്താൻ കുടിയിരിക്കും. എന്നോട് നല്ല അസ്മാഹ് നടത്തുന്ന പിശാചിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തൂഫാനാക്കുന്ന വലിയൊരു തങ്ങളുണ്ട്. ആ തങ്ങള് പറഞ്ഞു, പിശാചും മറ്റുള്ളതൊക്കെ മനുഷ്യനൊന്ന് പേടിക്കരുത്. പേടിച്ചാൽ ശൈത്താൻ കയറും. പേടിക്കാതിരിക്കലാണ് അതിന്റെ മാർഗം. പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ശൈത്താൻ കയറും. അങ്ങനെ വെള്ളത്തിൽ നിന്ന് പേടിക്കുക, മൃഗങ്ങളിൽ നിന്നിട്ട് പേടിക്കുക, ഇതൊക്കെ അത് ശരീരത്തിൽ നിന്ന് പിന്നെ പോകാൻ വലിയ പണിയാണ്. അങ്ങനെ പേടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്ന് പോകാൻ വലിയ പണിയാണ്. അപ്പൊ പേടിക്കാതിരിക്കലാണ് ഏറ്റവും വലിയ മാർഗം, പേടിക്കാതിരിക്കലാണ്. അങ്ങനെയാണ് ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളൊക്കെ. ശൈത്താന്മാരും ജിന്നുകളൊക്കെ സിഹറൊക്കെ മുമ്പില്ലാത്തോണ്ടൊന്നല്ല. പക്ഷെ അവരെ കീഴ്പ്പെടുത്താനോ അവരെ ഒതുക്കാനോ, എത്രയോ ആളുകൾക്ക് സിഹറുണ്ടാവും, അവര് അതൊന്നും പ്രശ്നമാക്കൂല. അതേപോലെ തന്നെ മറ്റു ശല്യങ്ങളൊക്കെ ഉണ്ടാകും. ശല്യങ്ങളൊന്നും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല, പല രൂപത്തിലുള്ള ശല്യങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ശല്യങ്ങളിലൊന്നും പേടിച്ചു പോകാൻ പാടില്ല. അതുകൊണ്ടായിരിക്കും ഇതുകൊണ്ടായിരിക്കും സംഭവിച്ചത്, ഓനത് ചെയ്തിട്ടുണ്ടാവും, ഇവനോട് ചെയ്തിട്ടുണ്ടാവും, ആ ശൈത്താൻ കയറിയിട്ടുണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ പിന്നെ
മരിക്കോളം അതിന്റെ പിന്നാലെ നടക്കാനേ നേരം ഉണ്ടാവും. അപ്പോൾ ഒരു തങ്ങള് അങ്ങനെ പറയും, മറ്റേ തങ്ങൾ ഇങ്ങനെ പറയും, മറ്റാള് അവിടെ പറയും, ഇവിടെ പറയും, അതിന്റെ പിന്നാലെ നടക്കാനേ അത് ഒഴിവുണ്ടാവും. അപ്പൊ അതിനൊക്കെ മനോധൈര്യം ജല്ലജലാലുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനേക്കാളും കഴിവുള്ള ഒരാളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്റ പോകുന്നതിന്റെ മുമ്പ് റസൂലുള്ള ദീനി പ്രബോധനം നടത്തിയിട്ട് ആൾക്കാരൊക്കെ ദീനിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ട് സഹിക്കാൻ ഖുറൈശികൾക്ക് കഴിയാതെ വന്നപ്പോ ആ ഖുറൈശികളെല്ലാം കൂടി ദാറുന്നദ്വത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം വന്നപ്പോ അവിടെ കുറെ ആൾക്കാർ പറഞ്ഞു, റസൂലുള്ളാഹിനെ നമുക്ക് റൂമിൽ കെട്ടിടാം. അപ്പോ ഒരു തീരുമാനാവാതെ വന്നപ്പോ ഇബ്ലീസ് ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ഇബ്ലീസ് അതിനെ എതിർത്തോ പറ്റൂല. പിന്നെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞു നമുക്ക് വേറെ നാട്ടിക്ക് പറഞ്ഞേക്കാം, നാട് കടത്താം. അപ്പോഴും ഇബ്ലീസ് പറഞ്ഞു പറ്റൂല. അപ്പൊ പിന്നെ അബൂജാഹിലും മറ്റൊക്കെ പറഞ്ഞു നമുക്ക് കൊല്ലാന്ന് പറഞ്ഞു. അത് പറ്റുന്ന കൊല്ലാന്ന്, അത് പറ്റില്ല. എന്നാ പിന്നെ അത് കഴിഞ്ഞല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ എങ്ങനെ കൊല്ലാം? അത് നമ്മൾ കുടുംബത്തിൽ നിന്ന് ഓരോ ആൾക്കാരും കൂടിയിട്ട് ഒറ്റ കൊല്ലലും. എന്നാ പിന്നെ കുറ്റം എല്ലാവരും കൂടി ഏറ്റെടുക്കലായല്ലോ. അപ്പൊ പിന്നെ നാട്ടിൽ പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെയാണ് ആൾക്കാരൊക്കെ തെരഞ്ഞെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാനുള്ള പ്ലാനൊക്കെ ആക്കിയിട്ട് ഇവരെ പിന്നാലെ ഇബ്ലീസ് കൂടിയിട്ട് അത് നടന്നോ. ഇവരെ പിന്നാലെ ഇബ്ലീസ് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് ആ ഇബ്ലീസ് അവിടെ ഉണ്ടല്ലോ. എന്നിട്ട് റസൂലുള്ള ഓലൊന്നും കാണാതെ യാസീൻ ഓതി മണ്ണിട്ട് റസൂലുള്ളാഹി പോയില്ലേ. ഇത് നമുക്ക് എപ്പോഴും ഒരു പാഠാണ്. ശൈത്താനിനേക്കാളും ഇബ്ലീസിനേക്കാളും ഒക്കെ വലിയത് അള്ളാഹ് തന്നെയാണ്. ആ ശൈത്താനിനെ ഇബ്ലീസിനൊക്കെ പടച്ചത് അള്ളാഹ് തന്നെയാണ്. അപ്പൊ ഓര് എന്ത് കാട്ടിയാലും ശരി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതൊക്കെ തകർക്കാൻ കഴിയും. അതിന് വലിയ ഉദാഹരണമാണ് ഇബ്ലീസും കൂടിയിട്ട തീരുമാനമാണ്. ആ തീരുമാനം അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ഒരിടയിൽ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാസീൻ ഓതി മണ്ണിട്ട് റസൂലുള്ളാഹി പോയി. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? ഇബ്ലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? അത് ഇബ്ലീസ് ആയിരുന്നാലും ശൈത്താനായിരുന്നാലും സിഹറായിരുന്നാലും ഒക്കെ അള്ളാന്റെ പടപ്പുകളാണ്. ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചാലേ കഴിയുള്ളൂ. അപ്പൊ അവിടൊക്കെയാണ് ധൈര്യം സംഭരിക്കേണ്ടത്. അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോ ഇബ്ലീസ് അപ്പുറത്ത് കൂടെ പോകും. ഉമർ റളിയല്ലാഹു അൻഹു കാണുന്ന ഇബ്ലീസിന് പേടിയാണ്. എന്തേ? കാരണം ഇബ്ലീസ് ഉമർ റളിയല്ലാഹു അൻഹു അസ്മാന്റെ പണിയെടുത്തിട്ടാ, അല്ലെങ്കിൽ കോയിമുട്ടമ്മ പണിയെടുത്തിട്ടാ, അല്ലെങ്കിൽ മുട്ടർത്തിട്ടാ? അതൊന്നുമല്ലല്ലോ ഇബ്ലീസാണ് പോണത്. ഇബ്ലീസാണ് അടുക്കന്നില്ല. ധൈര്യമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാകുമ്പോൾ ഇബ്ലീസും വരില്ല, ഒന്നും വരില്ല. നമ്മളിങ്ങോട്ട് എന്തെങ്കിലും വരുമ്പോഴത്തേനായിട്ട് തളർന്നു. എന്തെങ്കിലും സംഗതി കൊണ്ട് വരുമ്പോഴത്തേക്ക് അപ്പൊ അത് പിന്നെ അയാൾ ചെയ്തതായിരിക്കും, ഇവിടെ ചെയ്തതായിരിക്കും, അവിടെ സിഹറായിരിക്കും, ഇവിടെ സിഹറായിരിക്കും എന്നിങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തളർന്ന് അങ്ങനെ പോകും. 2 ദിവസം മുമ്പ് വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉള്ള 2 ആൾക്കാർ വന്നു. ഈ മഹല്ലേരല്ല. അങ്ങനെ വന്ന് കുറെ നേരം സംസാരിച്ചു. എന്ത് ചെയ്താലും പ്രയാസാണ് ഉസ്താദെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭാര്യക്കത് അവിടത് ഇവിടത്, ബിസിനസ് ചെയ്താലൊക്കെ പൊളിയാണ്. എൻ്റെ ജ്യേഷ്ഠൻ 1-ാം നമ്പർ വഹാബിയാണ്. ആ വഹാബിയ ജ്യേഷ്ഠൻ പറഞ്ഞു എനിക്കും ഇങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പണിക്കരെടുത്ത് പോയി. ആ പണിക്കര് അമ്പലത്തിൽ അത് കൊടുക്കാൻ പറഞ്ഞു, ഇത് കൊടുക്കാൻ പറഞ്ഞു. ഞാനതൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് സമാധാനമായി. അതുകൊണ്ട് ഞാനൊരു വഹാബിയായിട്ട് പോലും എന്നോട് പറയാണ് ചെയ്ത് ചെയ്യണം, അമ്പലത്തിൽ പോയിട്ട് കൊടുക്കണം എന്ന്. അയാൾ വഹാബിയാണ്, വഹാബിന്റെ നേതാവാണ്. ആളെ പേരൊന്നും പറഞ്ഞില്ല. സ്വന്തം ജ്യേഷ്ഠൻ ഞാൻ എന്താ ഉസ്താദെ കാട്ടേണ്ട ഞാൻ പറഞ്ഞു പോകാൻ പാടില്ല. ഇതാണ് വഹാബിയുടെ പരിപാടി. ഓൽക്ക് ഇങ്ങനത്തെ ഒരു പുറത്തുനിന്നൊക്കെ ഇതൊക്കെ എതിർക്കും. പുറത്തുനിന്ന് മൊയിലെടുത്ത് പോകാൻ പാടില്ല, തങ്ങളെടുത്ത് പോകാൻ പാടില്ല, റാത്തി നടത്താൻ പാടില്ല, കുത്തുബീത്ത് നടത്താൻ പാടില്ല എന്നൊക്കെ ഓര് പറയും. ഓരോ ആവശ്യം വന്നാലോ ഓല് തുളിവിൽ എന്ത് ചെയ്യും പോകും. മുമ്പേയുള്ള പരിപാടിയാണ്. ഓരോ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആരും കാണാതെ ഓല് എന്ത് ചെയ്യും പോകും. ഇയാൾ എപ്പോഴും 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ജ്യേഷ്ഠൻ കാക്ക വല്ലാതെ നിർബന്ധിക്കുന്നുണ്ട്, അവിടെ പോകണം അവിടെ പോകണം. അവിടെ പോയത് കൊണ്ടിട്ടാണ് അങ്ങനെ അവിടെ പോയിട്ട് മറ്റേ ക്ഷേത്രത്തിൽ പോയി, ഇവിടെ പോയി, അവിടെ പോയത് കൊണ്ടിട്ടാണ് ഒക്കെ സമാധാനമായതെന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആൾക്ക് ആദ്യം ഈ ഉദാഹരണം പറഞ്ഞു കൊടുത്തു. മുത്തുനബിനെ കൊല്ലാൻ ഇബ്ലീസ് അടക്കം കഴിഞ്ഞ് മെനക്കെട്ടിട്ട് എന്താ നടത്താൻ? അപ്പൊ ഇതിനൊക്കെ പഠിച്ചത് അള്ളല്ലേ. ആ അള്ളാഹുവിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയിട്ട് കുഫരിയത്തിലേക്ക് പോകുന്ന പണിയെടുക്കാൻ പാടുണ്ടോ? കാഫറാകുന്ന പണിയെടുക്കാൻ പാടുണ്ടോ? കാഫറായി പോലെ ക്ഷേത്രത്തിലൊക്കെ പോയാൽ അവിടെ പോകാൻ പാടുണ്ടോ? അവിടേക്ക് ശിർക്കിന്റെ പരിപാടികൾ നമ്മൾ ചെയ്യാൻ പാടുണ്ടോ? അത് ഭദ്രകാളിക്ക് നീർച്ചാക്കണം, മറ്റോടത്തേക്ക് നീർച്ചാക്കണം. ഭദ്രകാളി എന്ന് പറഞ്ഞ സാധനം എന്താ വെച്ച്? ഭദ്രകാളി പഠിച്ചോന്നേ അന്ന് സെറ്റിച്ചൊരു സാധനം. അങ്ങനെ സാധനം ഉണ്ടെങ്കിൽ തന്നെ അത് അന്ന് പഠിച്ച സാധനല്ലേ. ഭദ്രകാളിക്ക് നീർച്ചാക്കണം, എന്നാലത്ര മാറുള്ളൂ.
ഇങ്ങനെ മനുഷ്യന്മാരിട്ടിട്ട് എന്നിട്ട് അയാള് എൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് പിന്നെ അയാളെ കൂടെ വന്നിട്ട് പറഞ്ഞു, അയാൾ പറഞ്ഞു എന്റെ തലമന്ന് എന്തോ ഇറങ്ങിപ്പോയ മായി, എന്റെ തലമന്ന് എന്തോ ഇറങ്ങിപ്പോ, എന്റെ പെണ്ണുങ്ങളിന്റെ കാക്കാനും കൂടി ഉസ്താദിന്റെ അടുത്തൊക്കെ കൊണ്ടുവരേണ്ടിയിരുന്നു, എന്നാ പോലും ശരിയായിരുന്നതാണ്. അപ്പോ ഈ മനുഷ്യന്മാർക്ക് സുബ്ഹാന ജല്ല ജലാലുഹു ആ ഗസയില കൊല്ലപ്പെട്ട ആൾക്കാർ 2 കൊല്ലമായിട്ട് കൊല്ലപ്പെട്ട ആൾക്കാർ ഓലാരെ സിഹർ ചെയ്തത്? ആ പെരിയും കുടിയും എല്ലാം തച്ച് തകർത്ത് എല്ലാം കൂടി ചെയ്തിട്ട് ഓലപ്പാര എന്നപ്പോ സിഹർ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അതെന്നായിരുന്നു സിഹർ ചെയ്ത് തുടങ്ങിയില്ലേ? ഞാനൊരു ജിന്നിന്റെ ആളോട് ചോദിച്ചു, നിങ്ങൾ പോയി ജിന്നൊക്കെ ആയിട്ട് നടക്കല്ലേ, നിങ്ങൾക്കിപ്പോ മറ്റേ ആളെ നമ്മളെ ഡൽഹിയിലുള്ള ഒരാളുണ്ട്, അയാളൊന്നും ചെയ്തൂടെ, എന്നാ നമ്മൾ കുറെ ഏതുണ്ടായിരുന്നല്ലോ, ഈ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തീരല്ലോ, 1-2 ആൾക്കാരാണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നശിപ്പിച്ചാണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളിവിടെ ആകെ സുഖമായിരുന്നല്ലോ എന്നപ്പോ പറഞ്ഞ് അതൊന്നും ജിന്നോട് ചെയ്യൂല. പിന്നെന്താ ജിന്നോട് ചെയ്യാം? അപ്പൊ ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബലഹീനതയാണ്. നമുക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ശൈത്താൻ അപ്പുറത്ത് കൊണ്ട് പോയിക്കോളും. എന്റെ വാപ്പപ്പോഴും പറയരുത് ഓൻ ആയിക്കോടെ പോയിക്കോട്ടെ, ഓൻ ഇതിൽ കൂടെ തന്നെ പോകണമെന്ന് എന്താണ് അങ്ങനെ പറയും. ഞാൻ ഇതിന് പാട് ഉദാഹരണങ്ങൾ ഞാൻ വേറെ പറഞ്ഞുതരാം, അതല്ലല്ലോ നമ്മളെ വിഷയം. അപ്പൊ അതുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു അവരുടെ ആ അനുഭവം നമ്മൾ എപ്പോഴും മനസ്സിൽ വേണം. ഗസാലി ഇമാമ് പറയാണ്, മനുഷ്യരെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. ആ ബുദ്ധി നശിച്ചു പോകും ദേഷ്യം വന്നാൽ ബുദ്ധി അങ്ങ് നശിച്ചു പോകും, ബുദ്ധിന്റെ പ്രവർത്തനം ഇല്ലാതായി പോകും. ആ സമയത്ത് ഇബ്ലീസ് കയറിക്കൂടും, ഇബ്ലീസ് ഹൃദയത്തിൽ കയറിക്കൂടും, കൽബിൽ ഇബ്ലീസ് കയറിക്കൂടിയിട്ട് അവൻ ഫിത്നയാക്കും. മഹാനായ ഗസാലി ഇമാമ് പറയുന്നു, വമഹ്മാ ഖളിബൽ ഇൻസാൻ, മനുഷ്യൻ ദേഷ്യപ്പെട്ടാൽ ലഇബ ശൈത്താനു ബിഹി, ശൈത്താന്റെ കയ്യിൽ അവൻ പാവക്കുട്ടിയെ പോലെയാകും. കമാ യൽഅബു സബീബിൽ ഖുറത്തി, ഒരു പന്തിട്ടിട്ട് കുട്ടി ഇങ്ങനെ തട്ടണമാതിരി. ഗസാലി ഇമാമ് പറയാം, ഒരു പന്തിട്ടിട്ട് കുട്ടി ഇങ്ങനെ തട്ടണമാതിരി ഇബ്ലീസ് ഇവൻ ദേഷ്യപ്പെട്ടാൽ ഓനെ പിടിച്ചിങ്ങനെ കളിക്കും. ഒരു പാവക്കുട്ടിനെ പോലെ ഇബ്ലീസിന്റെ കയ്യിൽ പെട്ട പാവക്കുട്ടിന്റെ മാതിരിയായും മനുഷ്യൻ ദേഷ്യം പിടിച്ചാല്. എന്തൊരു വാക്കാ പറഞ്ഞത്! ലഇബ ശൈത്താനു ബിഹി കമാ യൽഅബു സബീബിൽ ഖുറത്തി, പന്തേറ്റ് ഈ കുട്ടികൾ കളിക്കണ മാതിരി ഇവനേറ്റ് ശൈത്താൻ എന്തെങ്കിലും കളിക്കും ദേഷ്യപ്പെട്ടാൽ. എന്നിട്ട് അതിന് ഒരു ഉദാഹരണം പറയുന്നു, നല്ല ഒരു ചരിത്രം പറഞ്ഞു തരാണ് ഗസാലി ഇമാം. ഫഖദ് റുവിയ അന്ന ഇബ്ലീസുൽ ലഈൻ, ഓൻ ഒരു സാധനാണോ പല സാധനാണോ, ഓനക്ക് മക്കളുണ്ടോ, അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്ലീസ് ഒരു സാധനം തന്നെയാണ്, ഓനക്ക് സന്താനങ്ങളും മറ്റൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റു സാധനമല്ല, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയ സാധനം തന്നെയാണ് ഇബ്ലീസ്, അതന്നെയാണ് ശൈത്താൻ, ഒക്കെ രണ്ടേ തന്നെ ഒന്നെ. ഈ ഇബ്ലീസ് മൂസാ നബിനെ കണ്ടു. ഫഖാല ലഹു, അപ്പൊ ഇബ്ലീസ് മൂസാ നബിയോട് പറഞ്ഞു, യാ മൂസ, മൂസാ നബിയെ, അന്തല്ലദി ഇസ്തഫാക അല്ലാഹു ബിരിസാലത്തിഹി വകല്ലമക തക്ലീമ, അല്ലാഹു നിങ്ങൾക്ക് വലിയ സ്ഥാനം തന്നിട്ടുണ്ട്, അല്ലാഹു നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് കാര്യം ഞാൻ പറയട്ടെ, വാന ഹൽക്കും മിൻ ഹൽക്കില്ലാഹി അതിനകത്തു, ഞാൻ അള്ളാഹ് സൃഷ്ടിച്ചൊരു പടപ്പാണ്, എൻ്റെ ഒരു ദോഷം വന്നുപോയി, എൻ്റെ ഒരു തെറ്റ് വന്നുപോയി. അതുകൊണ്ട് തെറ്റ് വന്നിട്ട് ഇപ്പോൾ ആന ഉരീതു അന്ന തൂബ, ഞാനൊന്ന് തൗബ ചെയ്തിട്ട് നല്ല ഒരാളാകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് എനിക്ക് റെക്കമെൻഡ് ചെയ്യുമോ അള്ളാഹിന്റെ മുമ്പിൽ. ആരോടാ പറഞ്ഞത്? മൂസാ നബിയോട് ഇബ്ലീസ് പറഞ്ഞു എന്ന് ഗസാലി ഇമാം കിതാബിൽ എഴുതിക്കാണ്. അതുകൊണ്ട് ഫശ്ഫഇലി ഇലാ റബ്ബി അൻ യതൂബ അലിയ, റബ്ബിനോടൊന്ന് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം, റബ്ബിനോടൊന്ന് എൻ്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി പറയണം, ഞാനൊന്ന് നന്നാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കണം. അപ്പൊ മൂസാ നബിക്ക് വലിയ സന്തോഷമായി, ഈ ചങ്ങായി നന്നായി കിട്ടിയാൽ പിന്നെ ലോകം ഒന്നായിട്ട് നന്നായി, മനുഷ്യന്മാരൊക്കെ നന്നായി. ആയിക്കോട്ടെ, മൂസാ നബി പറഞ്ഞു, ഞാൻ അതെ ഞാൻ ചെയ്തോളാം, ഞാൻ റബ്ബിനോടൊന്ന് അനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തോളാം. ഫലമ്മാ സയ്യിദ മൂസൽ ജബല വകല്ലമ റബ്ബഹു അസ്സ വജല്ല വഅറാദ നുസൂല, അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തുരിസിനാ പർവ്വതത്തിൽ തൗറാത്ത് പിടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ റബ്ബുമായിട്ട് മുനാജാത്തൊക്കെ നടങ്ങിയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് മൂസാ നബി ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോ ഖാല ലഹു റബ്ബുഹു അദ്ദിൽ അമാനത, മൂസാ നബിയോട് അല്ലാഹ് പറഞ്ഞു, ഒരു ഉത്തരവാദിത്തം ഏറ്റിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിക്കണത്, അതെന്താ നിർവഹിക്കാത്തത്? ഒരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അള്ളഹാനോട് റെക്കമെൻഡ് ചെയ്യണം, വിഷയം പറയണം എന്നൊക്കെ, എന്താ പറയാത്തത് വെച്ചു. ആ മൂസാ നബി മറന്നതാണ്. മൂസാ നബി അള്ളഹാനോടുള്ള മുനാജാത്തും സംസാരത്തിന്റെ രസത്തിലൊക്കെ പെട്ടിട്ട് മൂസാ നബി മറന്നുകാണ്ട് ഇബ്ലീസ് പറഞ്ഞത് മറന്നുകാണ്ട് ഇറങ്ങുമ്പോ അള്ളാഹ് ഓർമ്മപ്പെടുത്തി, ഇബ്ലീസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ മൂസ പറഞ്ഞു, അബ്ദുക ഇബ്ലീസ് യുരീദു അൻ യതൂബ അലൈഹി, ഇബ്ലീസ് അന്റെ അടിമല്ല അള്ളാഹ്, ഓന് തൗബ ചെയ്ത് നന്നാകാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓന്റെ തൗബ ഒന്ന് സ്വീകരിക്കണേ അള്ളാഹ് എന്നാണ്. അല്ലാഹു തആല ഇലാ മൂസ, യാ മൂസ ഖദ് ഖദൈതു ഹാജത്തുക, ഞാൻ റെഡി,
ഞാൻ തോപ്പൊക്കെ സ്വീകരിച്ചോളാം, അവനെ നന്നാക്കിക്കോളാം. പക്ഷെ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. മുറുഹു ഐ യസ്ജുദ ഖബരി ആദം, ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറയും. എന്നാ ഒക്കെ കഴിഞ്ഞ് ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഒറ്റ സുജൂദ് ചെയ്താൽ മതി, എന്നാ ഞാൻ തോപ് സ്വീകരിച്ചോളാം. അതായത് മൂസാ നബിക്ക് വലിയ സന്തോഷമായി, ഇപ്പൊ ഒരു വിഷയമുള്ള കാര്യമില്ലല്ലോ. ഇല്ല മൂസ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഫലഖിയ മൂസ ഇബ്ലീസ്, അങ്ങനെ ഇബ്ലീസ് ഇങ്ങനെ കാത്തിക്ക മൂസാ നബി തൂരിസേനാ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാത്തിക്ക, എന്താ റബ്ബ് പറഞ്ഞത് വെച്ച്. അപ്പൊ ഇങ്ങനൊക്കെ പറഞ്ഞിരിക്കുന്നതാണ്. എന്ത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എനിക്ക് പറഞ്ഞ മാതിരി ഞാനൊക്കെ പറഞ്ഞ് ആദം നബിന്റെ ഖബറിന്റെ അടുത്ത് ഒരു സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനക്കണ്ട് ദേഷ്യം പിടിച്ചു ഇബ്ലീസിന്. വസ്തക്ക് പറ, ഓൻ അഹങ്കരിച്ചിട്ട് പറഞ്ഞ് ലം അസ്ജുദ ലഹു ഹയ്യൻ, ആ അസ്ജുദ ലഹു മയ്യത്തൻ, ജീവിതകാലത്ത് തന്നെ ഞാൻ സുജൂദ് ചെയ്തിട്ടില്ല, എന്നിട്ട് മരിച്ചിട്ടാ ഞാൻ സുജൂദ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഓന്റെ ഒരു ധിക്കാരം നോക്കാട്ടെ, ജീവിതകാലത്ത് തന്നെ ഞാൻ സുജൂദ് ചെയ്തിട്ട് മരിച്ചിട്ടാ ഞാൻ സുജൂദ് ചെയ്യാൻ പോകുന്നത്, എന്നെ അതിന് കിട്ടൂല. എന്നിട്ട് ഓനൊരു കാര്യം പറഞ്ഞു. അതാണ് ഉസാനിമ അവിടെ പറഞ്ഞത്, യാ മൂസ ഇന്നലക അലയ്യ ഹഖ്കം ബിമാ ശഫഅതനി ഇലാ റബ്ബിക്, റബ്ബിനോട് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ഇപ്പൊ നിങ്ങൾ ചെയ്തല്ലോ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു സമ്മാനം തരാം. നിങ്ങളിപ്പോ എനിക്ക് വേണ്ടി സംസാരിച്ചു എന്ന നിലക്ക് നിങ്ങൾക്ക് ഞാൻ സമ്മാനം തരാം, ഞങ്ങൾക്കൊരു അത് ഹദിയ തരാം. അതെന്തെന്ന് വെച്ചാല് 3 സമയങ്ങളിൽ ഒരു മനുഷ്യനെ ഞാൻ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുകയും എൻ്റെ ആളാക്കി മാറ്റുകയും ചെയ്യുന്ന 3 സമയമുണ്ട്. ആ 3 സമയങ്ങൾ നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങൾ അതൊന്ന് ഒഴിവാക്കി തരേണ്ടതാണ്. നിങ്ങൾക്ക് ആ 3 സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഒന്ന് എന്നെ ഓർത്താൽ മതി, എന്നാല് ഒന്ന് എന്നോട് പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തോളാം, നിങ്ങളതിന് ഒഴിവാക്കി തരുന്നു. ഞാൻ മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന 3 സമയങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന 3 സമയം. ആ സമയത്ത് അത് നിങ്ങൾക്ക് വരുമ്പോ നിങ്ങളൊന്ന് ഫദ്കുർനി എന്താ സലാസിൻ ലാ അഹ്ലികുക ഫീഹിന്ന, 3 ഘട്ടങ്ങൾ നിങ്ങൾ നിന്ന് ഓർത്തു കഴിഞ്ഞാൽ ഞങ്ങളെ നശിപ്പിക്കൂല എന്ന് പറയാം. കാരണം നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഒരു സമ്മാനാണ്. നിങ്ങളിന്റെ ഒരു കാര്യം അള്ളാഹുവോട് പറഞ്ഞല്ലോ, ഒന്ന് ഉദ്കുർനി ഹിന്ദ തഗ്ളബു, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോ, ദേഷ്യം വരുമ്പോ എന്നെ ഓർക്കണ്ടി. എന്നെ ഓർത്താല് ആ ദേഷ്യം ഞാൻ ഒതുക്കിയിട്ട് നിങ്ങളെ നശിപ്പിക്കാത്ത ഒരു സംവിധാനം ഞാൻ ഉണ്ടാക്കി തരാം. എല്ലാ മനുഷ്യന്മാരെയും ഞാൻ നശിപ്പിക്കല് ദേഷ്യപ്പെട്ട് ഓൾക്ക് ദേഷ്യം കൊടുത്തിട്ടാണ്. ആ ദേഷ്യം കൊടുത്തിട്ട് ഞാൻ അവരെ നശിപ്പിക്കാനാണ്. അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ എന്നെ ഓർക്കണം എന്നാണ്. എന്നിട്ട് പറഞ്ഞു ഫഇന്ന റൂഹി ഫീ ഖൽബിക്, എന്റെ റൂഹ് നിങ്ങളെ കൽബിലുണ്ട്, എല്ലാ മനുഷ്യന്മാരെയും കൽബിലുണ്ട്. വഅയ്നി ഫീ ഐനിക്, എന്റെ കണ്ണ് നിങ്ങളെ കണ്ണുകളിലുണ്ട്. വഅജ്രി മിൻക മജ്റദ്ദമി, നിങ്ങളുടെ രക്തം ചലിക്കുന്നിടത്തൊക്കെ ഞാൻ നടക്കും. അതൊന്നും നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ആ ഒരു നിലക്ക് നിങ്ങളുടെ ശരീരം മുഴുവനും സ്വാധീനിക്കുവാനുള്ള ഒരു കഴിവ് അന്ന് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഒറ്റ സാധനമാണെങ്കിലും കൂടി ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാരെയും സ്വാധീനിക്കാൻ, സൂര്യൻ ദുനിയാവിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും പ്രകാശം കിട്ടുന്നത് പോലെ നിങ്ങളൊക്കെ സ്വാധീനിക്കാനും അതൊക്കെ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, ദേഷ്യപ്പെടുമ്പോ എന്നെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ആ ദേഷ്യത്തിന്റെ അനന്തര ഫലങ്ങളിൽ നിന്നിട്ട് ഞാൻ നിങ്ങൾ രക്ഷപ്പെടുത്തി തരാം. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു നോക്കട്ടെ, ഒരു മനുഷ്യനെ ഇബ്ലീസിന്റെ സ്വാധീന വലയത്തിൽ അവൻ പെടുത്തുന്നത് ദേഷ്യപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ മനുഷ്യൻ 99.4% നന്നായി പോകും എന്നാണ് ഇബ്ലീസ് പറഞ്ഞത്. രണ്ടാമത് അവൻ പറഞ്ഞെന്ന് വെച്ചാല്, യുദ്ധവേളകളിൽ യുദ്ധം അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അവിടെ വരും. എന്നിട്ട് മുസ്ലിമീങ്ങളായ ആൾക്കാരെ മനസ്സിൽ ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, എടാ ഓടിപ്പോയിക്കാളെ, കാരണം പെരയിൽ കുട്ടികൾ കാത്തുക്കുന്നുണ്ട്, ഭാര്യ ഉണ്ട്, ഇജിപ്പോ മരിക്കാൻ പോവാണ്, പോലെ അനാഥരായി പോകും, അങ്ങനെ ആയിപ്പോ ഇങ്ങനെ ആയിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് യുദ്ധത്തിൽ നിന്നിട്ട് പിന്തിരിപ്പിച്ച് ഓടാനുള്ള എല്ലാവിധ പ്രചോദനങ്ങളും ഞാൻ നൽകും. അപ്പോഴും ജിന്നോർത്തോ, മൂസാ നബി നിങ്ങൾ എന്നെ ഓർത്തോളയും, അപ്പൊ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം. രണ്ടാമത്തത്. മൂന്നാമത് പറഞ്ഞു ഇയ്യാക അൻ തജ്ലിസ ഇല ഇംറഅത്തിൻ ലൈസത് ബിദാത്തി മഹ്റമിൻ, മഹ്റമല്ലാത്ത, നിനക്ക് കാണാൻ പറ്റാത്ത, നിനക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്ന, നിനക്ക് കാണാൻ പറ്റാത്ത ഒരു പെണ്ണിന്റെ അടുത്ത് നീ ഒറ്റയ്ക്ക് ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ അവിടെ വരും. ഫഇന്നി റസൂലുഹാ ഇലൈക വറസൂലുക ഇലൈഹ, നിന്നെ അവളിലേക്ക് എത്തിച്ചതും അവളെ നിന്നിലേക്ക് എത്തിച്ചതും ഞാനാണ്. അത് മൂസാ നബി നിങ്ങൾ മനസ്സിലാക്കണം. ആ അവസരത്തിൽ ഫലാ അസാലു ഹത്താ അഫ്തിനക ബിഹാ വഅഫ്തിനഹാ ബിക്, ഞാൻ അങ്ങനെ ഒരാണും ഒരു പെണ്ണും ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ കടന്നു വന്നിട്ട് ഓരോന്നോരോന്ന് തോന്നിപ്പിച്ചിട്ട് 2 പേരെയും നശിപ്പിക്കുന്നത് വരേക്കും ഞാൻ പണിയെടുക്കും. ഇതിന്റെ സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഘട്ടത്തിലും നിങ്ങൾ അങ്ങനെ വല്ല
ദുർഘടവും നിങ്ങൾക്കുണ്ടായാൽ എന്നെ ഓർത്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം. കാരണം നിങ്ങളിങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്തു തന്നല്ലോ എന്ന് ഇബ്ലീസ് പറഞ്ഞതായി മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബി ഹാമിദ് ഗസാലിയും മക്കായിദ് ഷെയ്ത്താൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അബി ദുന്യ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഗസാലി ഇമാം പറയാണ്. അപ്പൊ ഒരു മനുഷ്യന്റെ ബുദ്ധി നഷ്ടപ്പെട്ട് ഇബ്ലീസിന്റെ വലയത്തിൽ മനുഷ്യൻ പെട്ടുപോകുന്ന പ്രധാനപ്പെട്ട 3 സന്ദർഭങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനിയും ധാരാളം വഴികൾ മഹാനായ ഗസാലി ഇമാം പറയുന്നുണ്ട്. ഇതൊക്കെ ഇബ്ലീസ് നമ്മളിലേക്ക് കടന്നു വരുന്ന വഴികളാണ്. ഫസ്റ്റ് ഇതാണ്, ദേഷ്യമാണ്. ആ ദേഷ്യം വരുമ്പോ ബുദ്ധി നഷ്ടപ്പെട്ട് അവന്റെ വലയത്തിൽ കുടുങ്ങിയിട്ട് അവനിങ്ങനെ ചിരിക്കുന്നുണ്ടാകും. അവനിങ്ങനെ പാവക്കുട്ടി ഒരു കുട്ടിയുടെ കയ്യിൽ പെട്ടതുപോലെ നമ്മളിട്ട് ഇങ്ങനെ കളിപ്പിക്കും എന്നാണ് ഗസാലി ഇമാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞത്. അള്ളാഹു അവന്റെ ഷെറിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. മഹാനായ മുഹഖിഖ് സദഖത്തുൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദു മഹാനവറുകളോട് ഒരാൾ ചോദിക്കുകയാണ്. അവര് ഇങ്ങനെ പഴയ കാലത്ത് അവരോട് പലതും ചോദിക്കും, എഴുതി ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അവർ മറുപടി പറയും. എന്നിട്ട് അതിൻ്റെ ഒരു സമാഹാരമുണ്ട്, ഫതാവ നുസ്രത്തുൽ അനാം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു സമാഹാരമുണ്ട്. അതിപ്പോൾ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒമാ ഹുക്മു സിയാറത്തി അല സലാത്തി ഇൻദൽ വുളൂഇ മിൻ ഹയാദിൽ മസാജിദ്. പള്ളികളിലെ ഹൗദുകളിൽ നിന്ന് വുളൂ എടുക്കുമ്പോൾ 3 വട്ടത്തിൽ കൂടുതലായി ഒരാൾ മുഖം കഴുകുകയോ കാല് കഴുകുകയോ കൈ കഴുകുകയോ ചെയ്താൽ അതിന്റെ വിധി എന്താണ്? ഇസ്ലാമിന്റെ വിധി എന്താണ്? മിൻ ഹയാദിൽ മസാജിദ്, പള്ളികളുടെ ഹൗദുകളിൽ നിന്നിട്ട് മുഖം 1 വട്ടം കഴുകൽ ഫർദാണ്, 3 വട്ടം കഴുകൽ സുന്നത്താണ്. 4ാമതൊരു വട്ടം കൂടി കഴുകിയാലോ? കാല് 1 വട്ടം കഴുകൽ ഫർദാണ്, 3 വട്ടം കഴുകൽ സുന്നത്താണ്. 4ാമതൊരു വട്ടം കൂടി കാല് കഴുകിയാലോ? അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഹൗദിൽ നിങ്ങളെ വെള്ളം ഇങ്ങനെ ഒഴിവാക്കിയാലോ? പള്ളിയിലെ ഹൗദിൽ നിന്നിട്ടാണ് ചോദ്യം, വീട്ടിലത്തെ ടാപ്പിൽ നിന്നിട്ടല്ല ചോദ്യമുള്ളത്. പള്ളിയിലെ ഹൗദിൽ നിന്നിട്ട് അങ്ങനെ ചെയ്താലോ? അപ്പൊ അതിന് മഹാനുകൾ പറഞ്ഞ മറുപടി, തഹ്റുമു സിയാദത്തു മിനൽ മാഇൽ മുസബ്ബൽ. പള്ളിയുടെ ഹൗദ് പോലത്തെ പൊതുവെള്ളത്തിൽ നിന്നിട്ട് 3 വട്ടത്തിനേക്കാൾ കൂടുതൽ 4ാമതൊരു വട്ടം ചെയ്യൽ ഹറാമാണ്. 4ാമതൊരു വട്ടം ചെയ്യൽ ഹറാമാണ്. ലികറാഹത്തി സിയാദത്തി അല സലാത്തി ഫിൽ വുളൂഇ. വുളൂ എടുക്കുന്ന അവസരത്തിൽ 3-ൽ അധികം തവണ ചെയ്യൽ. അത് വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും കടലിൽ നിന്നാണെങ്കിലും പുഴയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും 3 വട്ടം കഴുകേണ്ടടുത്ത് 4 വട്ടം കഴുകൽ അത് കറാഹത്താണ്. 3 വട്ടം കഴുകേണ്ടടുത്ത് 4 വട്ടം മനഃപൂർവ്വം കഴുകിയാൽ അത് കറാഹത്ത്. എവിടെ നിന്നാണെങ്കിലും കറാഹത്താണ്. സ്വന്തം വെള്ളമാണ്, പൈസ കൊടുത്ത വെള്ളമാണ്, എന്തായിരുന്നാലും ശരി, അവനെ കിണറ്റിൽ നിർത്തിട്ട് കഴുകുകയാണെങ്കിലും ശരി, അത് കറാഹത്താണ്. 3 വട്ടം കഴുകേണ്ടടുത്ത് 4 വട്ടം കഴുകിയാൽ കറാഹത്താണ്. കറാഹത്ത് 40 വട്ടം ചെയ്താൽ ഒരു ഹറാമാവും. പക്ഷേ ആ കറാഹത്ത് പൊതുവെള്ളമായ പള്ളിയിലെ ഹൗദിലെ വെള്ളത്തിൽ നിന്നിട്ടാകുമ്പോൾ അത് ഹറാമാവും. അപ്പോ 3 വട്ടം കഴുകുക, കാല് ആവശ്യമില്ലാതെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് കഴുകുക, ഇത് ഹറാമിലേക്ക് എത്തിക്കപ്പെടും ഈ ഹൗദിലാവുമ്പോൾ. നേരെ മറിച്ച് നമ്മളെ കിണറ്റിൻ്റെ അവിടെ നിന്നാവുമ്പോൾ ആ കറാഹത്തെ വരുള്ളൂ. കാരണം നമ്മുടെ ഈ കിണർ പൊതു സ്വഭാവമുള്ള ഒരു കിണറാണ്. അത് ഞാൻ കുഞ്ഞാലങ്കാക്കാടൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഈ പള്ളിക്കൽക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു കിണറല്ല. ആ വെള്ളം പൊതുവായിട്ട് ആദ്യകാലത്തൊക്കെ ആ റോട്ടുമെന്ന് വെള്ളം മുക്കിയിരുന്നു. ഞാൻ വന്ന സമയത്തൊക്കെ റോട്ടുമെന്ന് വെള്ളം മുക്കിയിട്ട് എന്ത് ചെയ്ത് കൊണ്ടിരുന്ന ഒരു സംവിധാനം ഇപ്പം ഉണ്ടോ? അത് നമ്മൾ അടച്ചു പോയില്ല. അത് ആദ്യം ഉണ്ടായിരുന്നു. ഇനി ആദ്യം ഉണ്ടായിരുന്നില്ല, അതൊന്നും വെള്ളം കൊണ്ടിരുന്നു. അപ്പൊ അത് കാരണം അന്ന് കിണർ വളരെ കുറവല്ലേ. നമ്മൾ ആദ്യകാല കിണർ കുഴിച്ച അവസരത്തിൽ ദുബായ് കുഞ്ഞാക്കാന്റെ അറബി പൈസ അയച്ചിട്ടല്ല അത് കുഴിച്ചിക്കണത് അല്ലേ? അങ്ങനെ കിണർ കുഴിച്ചിക്കണം അങ്ങനെ. അപ്പൊ അത് പൊതുവാണ് ആ കിണർ. പക്ഷെ ആ കിണറിന്ന് വെള്ളം ഹൗദിലെത്തുമ്പോൾ അത് പള്ളിന്റെ കറണ്ടിന്റെ പൈസയും മറ്റൊക്കെ ചെലവാക്കിയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഹൗദ് പൊതു ആൾക്കാരിൽ നിന്ന് പിരിച്ച ആ പൈസ കൊണ്ടുണ്ടാക്കിയ ഹൗദാണ്. അതേപോലെ തന്നെ പൈസ, ഈ കറണ്ടിന്റെ പൈസ ഒക്കെ ഇങ്ങനെ പല ചെലവുകൾ അത് ഹൗദിൽ എത്തുമ്പോൾ ഉണ്ടാവും. സ്വർണത്തിന്റെ സക്കാത്തും ആഭരണത്തിന്റെ സക്കാത്തും രണ്ടാണ്. കാരണം സ്വർണം എന്നുള്ളത് പ്യൂർ സ്വർണമാണ്. ആഭരണം ആവുമ്പോൾ അതിന് പണിക്കൂലി മറ്റൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഓരോന്നും വ്യത്യാസപ്പെടും.
അതേപോലെയാണ് ഇത് ഹൗദിലെത്തുമ്പോൾ അതിന്റെ വിധി മാറും. ഹൗദിലെത്തുന്നത് എങ്ങനെ? അത് ചെയ്യാൻ കഴിയില്ലല്ലോ, കാരണം ഹൗദ് ഉണ്ടാക്കി പോയില്ലേ. അല്ല, അത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കാരണം ഈ ഹൗദ് ഉണ്ടാക്കാൻ പൈസ കൊടുത്ത ആൾക്കാർ കഴിഞ്ഞു പോയില്ലേ, ഇനി കൊടുക്കാൻ പോണല്ലോ. അപ്പൊ ഹൗദ് ഉണ്ടാക്കിയ ആൾക്കാരുടെ പൈസ എന്താ കിട്ടുക? അതിന് നമ്മളെല്ലാവരും കൂടി പിരിച്ചിട്ടല്ലേ ഇപ്പൊ ഹൗദ് ഉണ്ടാക്കിയത്. എല്ലാരും കൂടി കൊടുത്തില്ല. ഒരു പൈസ ആണെങ്കിലും 5 പൈസ ആണെങ്കിലും ശരി, ആ ഹൗദ് അവിടെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ. അപ്പൊ ആ ഹൗദിലുള്ള വെള്ളത്തിന്റെ ഉപയോഗം എങ്ങനെ പാടുള്ളൂ. ഇനിയിപ്പൊ അങ്ങനെ തന്നെ കറാത്തുനിന്ന് ഒഴിവാവില്ല, എങ്ങനെ ആയിരുന്നാലും ഈ ഒഴിവാവൂല, കറാത്തുനിന്ന് ഒഴിവാവില്ല. അത് ഉസ്താദ്മാർ മുമ്പേ പറയാറുണ്ട്, പാപ്പൊക്കെ പറയാറുണ്ട്, എടാ ഹൗദിൽ വെള്ളം കൂടുതൽ എടുക്കരുത് കേട്ടോ എന്ന് പറയാറുണ്ട്. അതിന്റെ കാരണം അതാ. അതൊക്കെ എല്ലാം അങ്ങനത്തെ ആവശ്യത്തിന് അധികം ഉപയോഗിക്കാൻ പറ്റില്ല. പല്ലിയൊക്കെ എന്നുള്ള ഒന്നുവിന്റെ ഭാഗമാണ്. പിന്നെ ആ ഹൗദിൽ വെള്ളം നിറക്കുന്നത് കൊണ്ടിട്ടുള്ള ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അതൊക്കെ. പല്ല് തേക്ക എന്നുള്ള ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ലക്ഷ്യമല്ലാത്ത ലക്ഷ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഒരാൾ ഇവിടുന്ന് വെള്ളമെടുത്ത് കൊണ്ടുപോയപ്പോ ഇവിടുന്ന് വെള്ളമെടുത്ത് കൊണ്ടുവരുതെന്ന് പറഞ്ഞതാണ്. പിന്നെ അതുകൊണ്ട് വരാത്തത്. പറയണ്ട, കണ്ടാ പറയണ്ട, അല്ലെ അന്ന് എന്നോട് ചോദിക്കൂലേ. അവിടെ കുടിക്കാൻ വേണ്ടി വെച്ച വെള്ളം, അവിടെ കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ച് മൂപ്പര് 2 ബോട്ടിൽ എടുത്തുകൊണ്ട് 2 ബോട്ടിൽ നിറച്ചുകൊണ്ടുപോവാണ്. ഞാൻ യാദൃശ്ചികമായിട്ട് കണ്ടു. എന്റെ വലിയ സുഹൃത്തുമാണ്, ഞാൻ വന്ന മുതലേ എന്റെ രോഗിക്കാരനാണ്. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? കാരണം അത് ഇവിടെ ഇരുന്ന് കുടിക്കാനുള്ളതാണത്. അത് ഇവിടെ എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല. അതിന്റെ വെക്കുമ്പോ അങ്ങനെയാണ്. ഹറമിലൊക്കെയുള്ള വെക്കുമ്പോ അങ്ങനെ, ഹറമിലെ ആ ക്യാനിലുള്ള വെള്ളം അവിടെ നിന്ന് ഇരുന്നിട്ട് കുടിക്കാനേ പറ്റുള്ളൂ. അത് എവിടേക്കും കൊണ്ടുപോകാൻ പറ്റൂല, റൂമൊക്കെ കൊണ്ടുപോകാൻ പറ്റൂല. ഏത് പരിപാടിക്ക്? ഈ മദ്രസയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മഹല്ലത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതൊക്കെ ദീനി, അതൊരു പേരെന്നേ ഉള്ളൂ. അതൊക്കെ ദീനി വിഷയങ്ങളാണ്. അത് വേണ്ട. ഒരു മഹല്ലത്തിന്റെ ദീനി വിഷയങ്ങൾക്ക് ചില പേരുകൾ ഇട്ടു. അത് പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ചില പേരുകളൊക്കെ നമ്മൾ തന്നെയല്ലേ, ഈ നാട്ടുകാരായ ആൾക്കാർ തന്നെയല്ലേ അതൊക്കെ ചെയ്യുന്നത്. കുറെ ചില പേരുകൾ ഇട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കണം, ഞാൻ പോയി ക്ലാസ് എടുക്കണം, അങ്ങനെ പല വിഷയങ്ങളും നടക്കുന്നത്. അപ്പൊ ദീനീ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഏതുണ്ടാക്കിയത്, ആ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. അപ്പൊ ദീനീ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആ പ്രവർത്തനം ഏകീകരിക്കാനും പ്രവർത്തനം സുതാര്യമാക്കാനും ഒക്കെ പല രൂപത്തിൽ വന്നേ ഉള്ളൂ. അപ്പൊ അത് സാധാരണഗതിയിൽ അതിന് ഈടാക്കലില്ല. നമ്മളെ ഉസ്താദന്മാരൊന്നും ചെയ്തിട്ടില്ല. കൊടുക്കണത് നല്ലതാണ്. അതൊക്കെ നമുക്ക് നിർബന്ധമായിട്ട് മേടിക്കാനുള്ള ഒരു വകുപ്പ് കാണുന്നില്ല. അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല. നേരെ മറിച്ച് നമ്മള് എന്തെങ്കിലും സൽക്കാരങ്ങള് അഥവാ നിക്കാഹിന് ഭക്ഷണമൊക്കെ വെച്ചാല് ആ മദ്രസ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും പൈസ മേടിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അതിപ്പോ ഓലടുത്തുനിന്ന് വരുന്ന അനാസ്ഥയാണ്. അത് അവരും പഠിച്ചതിനു വേണ്ടി ആവാം. ദീനിയായ വിഷയങ്ങള്, മഹല്ലത്തുമായി ബന്ധപ്പെട്ട ദീനിയായ വിഷയങ്ങൾക്കൊക്കെ നമ്മുടെ സ്ഥാപനം സംഭവമല്ല, അറിയാതെ നമുക്ക് അതൊരു നിബന്ധനയാക്കാനും നിർബന്ധാക്കാനുള്ള വകുപ്പ് കാണുന്നില്ല. അവർ തരികയാണെങ്കിൽ നല്ലൊരു കാര്യമാണ്. മറ്റേ ദീനീ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാവുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതിനൊക്കെ നിയമങ്ങളും ബൈലോകളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഇത് ഒരു ഗൗരവമുള്ള വിഷയമാണ്. മഹാനായ സഖ്തു ഉസ്താദ് പറഞ്ഞു, സിയാദത്തുന്ന മിനൽ മാഇൽ മുസബ്ബൽ, പൊതു വെള്ളത്തിൽ എന്നിട്ട് മൂന്നിലധികം വട്ടം അത് വർദ്ധിപ്പിച്ച് ചെയ്യൽ. 3 വട്ടം മുഖം, 4 വട്ടമോ 5 വട്ടമോ മുഖം, കാല് കഴുകുന്നിടത്താണ് വലിയ പ്രശ്നം. അത് നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഇങ്ങനെ ആകെ ഒരു കോപ്പ വെള്ളം കൊണ്ട് കഴുകാനുള്ളതേ ഉള്ളൂ. എത്രയോ ഒഴിക്കാന്നറിയാം. അപ്പൊ അത് ഗൗരവമുള്ള വിഷയമാണ്. കുട്ടികൾക്കൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ നേരത്തെ ഉസ്താദന്മാർ പറയുന്നുണ്ട്. അത് അങ്ങനെയാണ് മഹാനായ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഇന്ന് നമുക്ക് ചായയും പലഹാരം നൽകുന്നത് പറശ്ശേരി ചെറിമതാജിന്റെ മകൻ അബ്ദുൽ കരീമാണ്. ചെറിമതാജി മരിച്ച മാസമാണ്
ചെറുമതാജിക്കും വല്യമാക്കും വേണ്ടി വരക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. അർഹമുർ-റഹീമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമാറാകട്ടെ. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ ഖബർ അള്ളാഹു സ്വർഗ്ഗപ്പൂങ്കാവനാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ നഈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഗസയിലെ മുസ്ലിമീങ്ങളുടെ ഭാവി തീരുമാനിക്കാനുള്ള ചർച്ച ഈജിപ്തിൽ നടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ലോകത്തിന് ഇസ്സത്തുള്ള ഒരു തീരുമാനത്തിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. അവിടുത്തെ മുസ്ലിമീങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഈ ഉമ്മത്ത് അനുഭവിക്കുന്നു. അതിനൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തി റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലരും രോഗികളായി പെട്ടെന്ന് രോഗങ്ങൾ വന്ന് വളരെ പെട്ടെന്ന് ചെറുപ്പക്കാരായ പല ആൾക്കാർ ഇന്നലെ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വന്നപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ളത് വിഷമങ്ങളും പ്രയാസങ്ങളുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നമ്മുടേതും നമ്മുടെ മക്കള് തലാമീദുകൾ ഭാര്യമാരും സന്താനങ്ങൾ നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് നമുക്കും അവർക്കും കുടുംബത്തിലും റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.